ഹലോ ഗൈസ്, നമ്മൾ ഇപ്പം നീന്റാർ ഹാർബറിലൊന്ന് പോവാണ്. നമുക്ക് കുറച്ച് മീൻ വാങ്ങിക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായി, 8:05. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ എത്താറായി ഹാർബറിലോട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ ഹാർബർ. അപ്പോൾ നമുക്കിവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി വെളിയിൽ പാർക്ക് ചെയ്യുക. കാരണം നമുക്ക് രാവിലെ അല്ലേ, കുറച്ച് നടക്കാൻ വിചാരിച്ചു. ഹാർബറിനകത്ത് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഹാർബറിനകത്ത് കയറണമെങ്കിൽ, വണ്ടിയായിട്ട് കയറണമെങ്കിൽ പിന്നെ നമുക്ക് 40 രൂപയും കൊടുക്കണം. അവിടെ ആൾ കയറുവാണെങ്കിൽ 10 രൂപ എടുത്താൽ ഒരാൾ കയറുവാണെങ്കിൽ. രാവിലെ കുറച്ച് നടന്ന് കണ്ടിട്ടൊക്കെ പോവാം. കാണിച്ചു തരാം. വണ്ടിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് കാണാം. ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു റൂട്ടാണ്, ഇടവഴിയാണ്. പെട്ടെന്ന് ഹാർബറിലോട്ട് കയറാം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഹാർബറിലോട്ട് എത്തും. നമ്മളെ മെയിൻ ഗേറ്റിൽ നിന്ന് റൈറ്റ് എടുത്ത് ചെറിയൊരു വഴിയുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ് മീൻ. അവിടെ ആൾക്കാരൊക്കെ ഇന്ന് മീനെടുക്കുന്നുണ്ടോ? നമ്മളങ്ങോട്ടാണ് പോകുന്നത്. അപ്പം മീനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടന്നു. ഇങ്ങനെ ഇളക്കിയിടുന്നുണ്ടോ വിലക്കകത്ത്? എല്ലാവരും കൂടെ ചേർന്നിട്ട് മീൻ ഇളക്കിയിടും. നമുക്ക് അങ്ങോട്ട് നടക്കണം. ഭയങ്കര ആളാണ് അവിടെ. ഇവിടെ മീൻ ഇളക്കുവാണ് കുറേ ആൾക്കാർ. അങ്ങോട്ട് നടക്കാം. കൊഞ്ച് കണ്ട ഗൈസ്, കൊഞ്ച്. ഹലോ ഗൈസ്, ഇപ്പം നമുക്ക് മീൻ കിട്ടി. നമുക്ക് കൈ മൊത്തം വെള്ളമായി. ഞാൻ മീൻ കാണിച്ചു തരാവേ. നമുക്ക് മീനൊരു ഇരിപ്പുണ്ട്. നമുക്ക് 5 കിലോ മീൻ കിട്ടി 300 രൂപയ്ക്ക്. ഭയങ്കര ലാഭം. നമ്മൾ വീട് ചെന്ന മീൻ കാണിച്ചു തരാവേ. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു വള്ളക്കാരുടെ. അങ്ങനെ നമ്മൾ വീടെത്തി ഗൈസ്. ഇനി നമുക്ക് അമ്മയുടെയും ചീത്തവിളി കേൾക്കാം. ഇത്രയും മീൻ വാങ്ങിച്ചോണ്ട് വന്നേന്. അവിടെ ഒരാൾ ചീത്തവിളിക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മീൻ കാണുമ്പോൾ ചീത്തവിളിക്ക്. തട്ടമ്മ അങ്ങോട്ട് ബാക്കി ഞാൻ പറക്കെടുക്കാം. യെസ്, 300 രൂപയ്ക്ക് മീൻ വാങ്ങിച്ചു. 300 രൂപ മീൻ. ഇപ്പോൾ ഫ്രഷ് മീൻ തിളങ്ങുന്നുണ്ടോ? പക്കാ ഫ്രഷ് സാധനം. അങ്ങനെ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആക്കണം. കൊഞ്ച്, പിന്നെ താട, പരവ, ഇതെല്ലാം സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇത്രയും താട കിട്ടി. നമുക്ക് ഇത്രയും താട, ഇത്രയും കൊഞ്ച്, ഇത്രയും കാരൽ എന്താ, പിന്നെ നമുക്ക് ഇത്രയും വേറെ കുറച്ച് മീൻ കിട്ടി. താട തോനയും കിട്ടിയിട്ടുണ്ട്. കൊഞ്ച് കിട്ടി. കൊഞ്ച് നല്ല തോനയും കിട്ടിയിട്ടുണ്ട്. എല്ലാം കറി വെക്കുന്നതും പൊരിക്കുന്നതും എല്ലാം എൻ്റെ ജോലിയാണ്. അതൊക്കെ ചെയ്യാൻ റെഡി ആയിരിക്കും അല്ലേ? ഓക്കെ.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്